വയനാട് ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് ഇ.ടി. രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് ഉണ്ടായതെന്നും ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് കൂടുതൽ സംവിധാനം ഒരുക്കണമെന്നും ദുരന്തത്തിലിരയായവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പാർലമെന്റിൽ പറഞ്ഞു. I endorse the views expressed by Mr. Vedugopal and others. Now, everybody wholeheartedly we are doing rescue kind of work. In that, all are cooperating. Whether it is state government, central government, all are much worried about this. Because we have never witnessed this kind of a calamity and it is playing havoc there. Nobody knows how many dead bodies are still under soil. There is a paper report that ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഇല്ലാതായി. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു. 100ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നിരവധി വീടുകളും സ്ഥാപനങ്ങളും നശിച്ചു. ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 200-ലേറെ പേർ ഇതിനകം മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട്. എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷമാണ് അവിടെ ഉള്ളത്. അവരെ കണ്ടെത്തണം. അതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഊർജിത പ്രവർത്തനം നടത്തണമെന്നും ഇ.ടി. പാർലമെന്റിൽ പറഞ്ഞു. രാജ്യം ശാസ്ത്രീയമായി എത്ര മുന്നോട്ടു പോയി എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള മഹാദുരന്തങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയ പോരായ്മ തന്നെയാണ്. എത്രയെത്ര മനുഷ്യരാണ് ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നും ഇ.ടി. പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടി. വയനാടിന് അടിയന്തിരമായി കേന്ദ്ര ധനസഹായം ലഭ്യമാക്കണമെന്നും അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ഇ.ടി. പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.